അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ സൗദി സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാണ്ട് പൂർത്തിയായെന്ന് അബ്ദുൾ റഹീമിന്റെ സഹോദരൻ നസീർ. എമിഗ്രേഷൻ നടപടികൾ മാത്രമാണിനി പൂർത്തിയാകാനുള്ളത്. പെരുന്നാളിന് മുമ്പ് റഹീമിനെ നാട്ടിലെത്തിക്കാൻ സഹായ സമിതി ശ്രമിക്കുന്നുണ്ടെന്നും നസീർ പറഞ്ഞു. അവർ പറയുന്നത് ഉമ്മാൻ്റെ ഒപ്പം പെരുന്നാൾ കഴിപ്പിക്കാനുള്ള അതിൻ്റെ ഒരു സ്പീഡപ്പിലാണ്. അവിടെ എല്ലാവരും അതിൻ്റെ ജാഗ്രതയായിട്ട് നിൽക്കുകയാണ്. ഇനി ഇന്ത്യൻ എംബസിൻ്റെ കാര്യങ്ങൾ നടക്കാനുള്ളത്. ഈ സൗദിൻ്റെ ഏകദേശം കഴിഞ്ഞു, എക്സിറ്റ് അടിച്ചോട് കൂടി അവിടുന്ന് കഴിഞ്ഞു. ഇനി അവിടുന്ന് എങ്ങനെ എമിഗ്രേഷൻ ശരിയാക്കി ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരണം എന്നുള്ള അതിൻ്റെ സ്പീഡപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ വിവരങ്ങൾ. ഇമ്മ എന്താ പറയുക, അന്നും ഇന്നും എപ്പോഴും പറയുന്നത് അവൻ വീട്ടിലേക്ക് വന്നാലേ ഞാൻ എന്താ പറയുക മീഡിയാസിൻ്റെ മുന്നിൽ ചാനലിൻ്റെ മുന്നിലേക്ക് വരുള്ളൂ എന്നാണ് പറയുന്നത്. ഇമ്മ സന്തോഷത്തിലാണ്, എന്നാലും അമ്മ വരട്ടെ എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാവരോടും നന്ദിയും കടപ്പാടും വീണ്ടും വീണ്ടും അറിയിക്കുകയാണ്. വിവരങ്ങളുമായി ചേരുന്നു കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ്. വർഷ, ഇനി എമിഗ്രേഷൻ നടപടികൾ മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. പെരുന്നാളിന് മുമ്പ് റഹീമിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണിപ്പോഴുള്ളത്. എപ്പോൾ എത്തും എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം നാട്ടിലെ സഹായ സമിതിക്കുണ്ടോ? ദിലീപ് കുമാർ, എന്തായാലും ഏറെ സന്തോഷത്തിലാണ് കോഴിക്കോട് ഫറോക്കിലെ അബ്ദുൾ റഹീമിന്റെ കുടുംബം എന്നുള്ളതാണ്. അല്പം മുമ്പാണ് അബ്ദുൾ റഹീമിന്റെ സഹോദരനായിട്ടുള്ള നസീർ മാധ്യമം കണ്ടത്. അപ്പോൾ അക്കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞതും. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾ കണ്ടതാണ്, മലയാളികളെല്ലാം ഒത്തുചേർന്നാണ് റഹീമിനെ മോചിപ്പിക്കാനായി ദിയാധീനമായ 34 കോടി രൂപ സ്വരൂപിച്ചത്. അത് നിമിഷ നേരം കൊണ്ടായിരുന്നു എമ്പാടുമുള്ള മലയാളികൾ കൈകോർത്ത് ആ പണം സ്വരൂപിച്ചത്. അതൊന്നും തന്നെ മറക്കാൻ കഴിയുന്നതല്ല എന്നുള്ള കാര്യമാണ് കുടുംബം പ്രധാനമായും പറയുന്നത്. എന്തായാലും ഈ റഹീം ജയിൽ മോചിതനായി എന്നുള്ള സന്തോഷ വാർത്തയാണ് നിലവിൽ ഇപ്പോൾ അറിയുന്നത്. ഇനി എപ്പോൾ നാട്ടിലേക്ക് എത്തും എന്നതിലാണ് പ്രതിസന്ധി ഉള്ളത് എന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനുള്ള നടപടികളെല്ലാം റിയാദിൽ നടക്കുന്നു എന്നുള്ള കാര്യമാണ് റഹീമിന്റെ കുടുംബം പറയുന്നത്. അതായത് ഈ മോചിതനായി കഴിഞ്ഞു, ഇനി എമിഗ്രേഷൻ നടപടികളാണ് നടത്തേണ്ടതുള്ളത്. അത് നടത്തി പെരുന്നാളിന് മുമ്പ് തന്നെ ഉമ്മയുടെ അടുത്തേക്ക് റഹീമിനെ എത്തിക്കാനുള്ള എല്ലാ നടപടികളും അവിടെ സഹായ സമിതി ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് റഹീമിന്റെ സഹോദരനായിട്ടുള്ള നസീർ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ റഹീമിന്റെ വരവും കാത്തിരിക്കുകയാണ് ഈ ഫറോക്കിലെ കുടുംബം എന്ന് പറയുന്നത്. കാരണം 20 വർഷമായി ആ മകനെ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ട് വീട്ടിൽ. ആ അമ്മ ഇടയ്ക്ക് മാധ്യമങ്ങളെല്ലാം അമ്മ കണ്ടിരുന്നുവെങ്കിലും പിന്നീട് പറഞ്ഞ കാര്യം ഇനി തന്റെ മകൻ വന്ന ശേഷം മാത്രമായിരിക്കും താൻ ലോകത്തിന് മുമ്പിൽ എത്തുക എന്നുള്ളതാണ്. എന്തായാലും മകൻ വന്ന ശേഷം ഇനി അമ്മ മകനെയുമായി നന്ദി പറയാൻ വേണ്ടി, അതായത് മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികളോട് നന്ദി പറയാനായി ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർത്തിരുന്നു അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി. ഇപ്പോൾ അബ്ദുൾ റഹീം മോചിതരാവുകയാണ്. നാട്ടിലേക്ക് എത്രയും വേഗം എത്തിച്ചേരും എന്നാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. നിയമസഹായ സമിതി അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പെരുന്നാളിന് മുമ്പ് റഹീമിനെ നാട്ടിലെത്തിക്കാൻ സഹായ സമിതി ശ്രമിക്കുകയുമാണ്. കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് വർഷ ഗിരീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.